ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ, നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നതാണ്. ഏട്ടൻ ലീവിന് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മാക്സിമം മുത്തപ്പൻ്റെ അടുത്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് വരാൻ പറ്റി. അങ്ങനെ നമ്മൾ ഉച്ച സമയമായിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പം തന്നെ, കാരണം നമുക്ക് അന്ന് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇനി കല്യാണത്തിന് പോകണം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ. അങ്ങനെ എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വന്ന ദിവസം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തുടങ്ങിയില്ലേ പർച്ചേസിങ്. തിരിച്ച് വരുമ്പം പോകുമ്പം കുറേ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ അതൊക്കെ വാങ്ങാൻ, ഇതൊന്നും എത്ര വാങ്ങിയാലും മതിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നില്ല. കാരണം ഞാനും ഏട്ടനും മാത്രമായതുകൊണ്ട് ഇവൾ കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഇല്ലേ ഫുഡ് കഴിക്കുക. അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് നമ്മൾ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ സൂവിലേക്ക് വന്നു, സ്നേക്ക് പാർക്കിലേക്ക് വന്നു. മുത്തപ്പൻകാവ് പോകുമ്പോൾ നമ്മൾ ഇവിടെയും വരുമല്ലോ, അതൊരു ചടങ്ങാണല്ലോ. എത്ര സെയിം സാധനം തന്നെയാണ് കാണുന്നത്, പക്ഷേ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ ജയക്കുട്ടിക്ക് അന്ന് ജയക്കുട്ടി ഉറങ്ങിയേനും. പിന്നെ ആ സമയം നേരം 6 മാസമായിട്ടുള്ള സമയത്തായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് എപ്പോഴാണ് ചോറൂണിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്ക് അറിയില്ല, പിന്നെ ഒന്നാമത് ഓളൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ ഇതിങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ അതാതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല. ഇതിങ്ങനെ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നല്ലാതെ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. കുറേ ഓളെ ഏട്ടൻ തലയിൽ വെക്കും, കുറേ എടുക്കും. അങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഓളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. കുറേ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും അത്രയും ദൂരം വന്നിട്ട് നമ്മളിവിടെ കയറാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നട്ടുച്ചയ്ക്കാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനത്തെ കുറേ കുരങ്ങന്മാരുണ്ട്. അങ്ങനെ എല്ലാത്തിനും ജയക്കുട്ടിക്ക് കാണിച്ചു കൊടുത്ത് എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ അതാ ടാറ്റ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എല്ലാത്തിനും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ കുറേ ഇരുന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ചോലയൊക്കെ ഉണ്ടെങ്കിലും നല്ല വെയിലുണ്ട്, ഭയങ്കര ചൂടായിനാവുകൊണ്ട്. അങ്ങനെ ഇത് നമുക്ക് സ്ഥിരം കാഴ്ചയല്ലേ, എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ വരുന്നതുകൊണ്ട് ഓക്കിങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ ചിരിക്കുന്നിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഈ കുരങ്ങന്മാരൊന്ന് അടുത്ത് കിട്ടിയപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ബേഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷെ അധികമൊന്നും ഇല്ല, ഇവിടേക്ക് ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം കണ്ടിറങ്ങി. കാരണം ചൂടും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടു തീർക്കാന്നുള്ള അവസ്ഥയായി ലാസ്റ്റ്. പിന്നെ മയിലുണ്ടായിരുന്നു, അധികമൊന്നുമില്ല. പിന്നെ ഇത് ജയക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട് അതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമില്ലേ മനുഷ്യൻ നിൽക്കുമ്പോൾ തന്നെ. പിന്നെ ഈ ഫോട്ടോ അത് എപ്പോഴും നമുക്കൊരു ഇതല്ലേ, അത് കാണുമ്പോൾ എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ മുത്തപ്പൻ്റെ ആ ഒരു ഫോട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇതിലൂടെ നടന്ന് ചോലയുണ്ട് കേട്ടോ, പക്ഷേ ചൂട് ഭയങ്കര ആയതുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെ ഈ ഓരോ ഇതിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ കയറും. പക്ഷെ ഓക്ക് പേടിയാവും അതൊക്കെ കാണുമ്പോൾ. ആടുന്ന് തിരിച്ച് ഉടനെ പോരും. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെങ്ങാൻ നിന്നിട്ട് അവളാടെ ഇരുത്തിയിട്ട് ഓക്ക് പേടിയായിട്ട് ഓളിങ്ങ് പോകുന്നത് വന്നിട്ട്. പിന്നെ ഇവിടെയൊക്കെ കണ്ട് വേഗം ഇറങ്ങിയിട്ടുണ്ട്. കാരണം പിന്നെയും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞ് രാജവെമ്പാലൻ്റെ അടുത്ത് നിന്ന് ഒരു ക്ലിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തലേന്നാട്ടോ പോയത്. പിറ്റേന്ന് നമുക്ക് വീടിൻ്റെ അടുത്ത് വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ തലേന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തലേന്നാണ് പോയിട്ടുണ്ട്. അന്ന് ഫുള്ള് നമ്മൾ കണ്ണൂർ കറങ്ങുന്നതിനും. കാരണം ഒന്നാമത് വഴി അറിയില്ല, മാപ്പ് വെച്ചിട്ട് മാപ്പ് നമ്മളെപ്പോഴും ചതിക്കുമല്ലോ, അതുണ്ടായിരുന്നു. നമ്മൾ വഴി തെറ്റിപ്പോയിനും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഏട്ടൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഇവൾ പിന്നെ ആരെ കൂടിയും പോവില്ല, എല്ലാവരും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവൾ ആരെ കൂടിയും പോവില്ല. അങ്ങനെ ഇതാണ് നമ്മൾ കല്യാണ ചെറുക്കൻ. നമുക്ക് പിറ്റേന്ന് വരണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ പിറ്റേന്ന് പോകാൻ പറ്റിയില്ല. കല്യാണ ചെക്കൻ ഓളെ എടുക്കാൻ നോക്കിയിട്ട് ഓളുണ്ടാവും. ഓള് ഭയങ്കര കരച്ചിൽ, എന്തെല്ലാം കാണിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം, ഓളങ്ങനെ ആരെ കൂടിയും പോകുന്ന ആളല്ല. ഫുഡ് കഴിക്കുകയാണ്. നല്ല ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോയി. കാരണം അപ്പം തന്നെ ഓൾറെഡി സമയം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വടകര എത്തണ്ടേ. അപ്പം നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ. ബായ്.